തൊട്ട് കടല വറക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഒരു കൂട് ഉപ്പുപൊടി ഉണ്ടെങ്കിൽ. പണ്ടൊക്കെ നമുക്കറിയാം മണലിലും ആറ്റുമണലിലൊക്കെയാണ് നമ്മൾ കടല വറുത്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ശരിക്കും കേടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ അംശമൊക്കെ നമ്മുടെ വയറ്റിനുള്ളിൽ പോയിട്ട് അപ്പൻഡിസൈറ്റിസ് ഒക്കെ ഭാവിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഉപ്പുപൊടിയിൽ നമ്മൾ വറക്കുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വറക്കുന്ന കടലയ്ക്ക് നല്ല ടേസ്റ്റിയാണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഒരു ഉപ്പ് വിതറേണ്ട ഒരു ആവശ്യമേ ഇല്ല. അതുപോലെ മണ്ണ് കല്ലുകളൊന്നും അതിനിടയ്ക്ക് കടിക്കത്തില്ല. അങ്ങനെ എന്താണ് പിന്നെ പെട്ടെന്ന് തന്നെ അതിന് വറന്ന് കിട്ടുന്നു. അതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് നമ്മൾ നല്ലൊരു പാക്കറ്റ് പൊടിയുപ്പ് എടുക്കുക. അപ്പോൾ എന്തോരം അളവ് കടലയുണ്ടോ അതനുസരിച്ച് വേണം ഉപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു 250 ഗ്രാം കടലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനൊരു അര പാക്കറ്റ് ഉപ്പ് എടുത്തു. അത് ഒരു ചട്ടിയിൽ അടി കട്ടിയുള്ള ഒരു ചട്ടി എടുക്കുക. ഇരുമ്പ് ചട്ടി ആയിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിപ്പം ഇരുമ്പ് ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഈ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാവണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാവണം. അപ്പം ഇതൊന്ന് ഉപ്പ് കട്ടിയാവുന്നത് പോലെ തോന്നും. അപ്പം നമ്മൾ നന്നായിട്ട് ഈ ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ഈ ഉപ്പ് കൊണ്ട് പല പ്രാവശ്യം ഞാൻ ഈ കടല വറുത്തു. അപ്പം നമ്മൾ ആ കടല വറക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു കൂട് ഉപ്പ് മേടിച്ചിട്ട് അത് നമുക്ക് ഒരു ടിന്നിൽ അടച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ കടല വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ഉപ്പിനകത്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചൂടാവുന്നതനുസരിച്ച് ഇത് കട്ട പിടിക്കുന്ന പോലെ തോന്നും. അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ആ കടലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആ കട്ട ഇങ്ങനെ പിടിക്കത്തില്ല. പിന്നെ അപ്പം ആദ്യം തുടക്കത്തിൽ ഒരു കട്ട പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ 2-3 പ്രാവശ്യം വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഉപ്പിൻ്റെ ഒരു നിറം ഒരു ബ്രൗണിഷ് കളറിലാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടലയുടെ പുറത്തുള്ള ആ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ അതിൻ്റെ കളറ് ഈ ഉപ്പിലേക്ക് പിടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കളർ വരുന്നത്. അപ്പോൾ ഒത്തിരി കളറാവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഉപ്പ് നമുക്ക് വീണ്ടും പിന്നീടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തൊന്നുമില്ല കേട്ടോ. ഇതേ ഉപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. കടല ഇട്ട് നന്നായിട്ട് ഇത് ഇളക്കുക. അപ്പോൾ ഈ കടല ഇട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ നന്നായിട്ട് എല്ലാം തന്നെ പൊട്ടി അത് കടലയൊക്കെ ഒന്ന് വിണ്ട് കീറി ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി മാറ്റാവുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടല ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരു പൊതിയൊക്കെ 10 രൂപ കൊടുത്തൊക്കെ മേടിക്കുമല്ലോ. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ, അല്ലെങ്കിൽ എന്താ തിയേറ്ററിൽ പോകുന്ന വഴിയിൽ ഒക്കെ മേടിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നഷ്ടമാണ് നമ്മൾ 10 രൂപ കൊടുത്ത് മേടിക്കുന്നത്. ഒരു കോണ് പോലെ അവർ ഉണ്ടാക്കി വെക്കുന്ന ആ കുമ്പിളിന് ശരിക്കും 10 രൂപ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിലോ കടലയ്ക്ക് വെറും 65 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ കടല വാങ്ങി നമ്മൾ വീട്ടിൽ വറക്കുകയാണെങ്കിൽ 5-6 പ്രാവശ്യം വറക്കാനുള്ളതുണ്ട്. ഒരു വീട്ടിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തിന്നാനുള്ള കടല ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ബാക്കിയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഒരു 1/2 കിലോയുടെ പാക്കറ്റ് വീട്ടിൽ വാങ്ങി വെച്ച് നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് വറക്കാം. ഇപ്പോൾ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി വെറുതെ എണ്ണ അങ്ങനെ ഉപയോഗിക്കാതെ ഇങ്ങനെ കടലയൊക്കെ മേടിച്ച് ഇങ്ങനെ വറുത്ത് ഒക്കെ ചായക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ഓഫ് പ്രോട്ടീനാണ്. അതുകൊണ്ട് ഫൈബേഴ്സും നന്നായിട്ടുണ്ട്. ഈ പീനട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസാന്നൊക്കെ പറയും. പക്ഷെ എന്നാലും കുറച്ച്, അതായത് ഈ കടല കഴിച്ചതിന് പുറമെ ഉടനെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഗ്യാസ് കയറുന്നത് കുറവായിരിക്കും. അപ്പോൾ ഈ കടല തിന്നതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ ഗ്യാസ് അധികം കയറത്തില്ല. അപ്പം നമുക്ക് ഈ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ കടല. നമുക്കത് ഇതുപോലത്തെ ചോർപ്പ് പോലത്തെ കണ്ണാപ്പയിലേക്ക് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പ് ഇതിനകത്ത് മാറ്റാൻ പറ്റും. ഇങ്ങനത്തെ ഈ കോരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ പെട്ടെന്ന് എടുക്കാം. പണ്ട് മണലൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. ഇത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.